നീ കഥ ചൊല്ലു കേസു. ചേച്ചി ചേച്ചിയുടെ ഈ ഫോൺ ഉണ്ടോ? എടുക്കലേ എതൊക്കെ പാറു. അതാകുമ്പോ ചേട്ടൻ പറഞ്ഞ കഥ റെക്കോർഡ് ചെയ്ത് വെക്കാലോ. അതാകുമ്പോ എനിക്ക് താഴെ ഇരുന്നാ മതി. കേശോടൻ പറയുന്ന കഥ എനിക്ക് ഫോണിൽ കൂടെ കേൾക്കുകയും ചെയ്യാം. പറു അങ്ങനെ ഇപ്പൊ ഞാൻ പറയാൻ പോണ ഈ കഥ നിനക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റൂ? അഥവാ അങ്ങനെ പറ്റിയാലും അങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അതെന്നെ? അങ്ങനെ അഥവാ നിങ്ങൾ ഫോണിൽ റെക്കോർഡ് ചെയ്താലും ആ റെക്കോർഡ് ചെയ്യുന്ന ഫോണ് പറഞ്ഞു പൊട്ടും. അപ്പടിയാ? അതെന്നെ? അത് എന്നെന്നൊന്നും ചോദിക്കാൻ പാടില്ല, അതങ്ങനെയാണ്. അപ്പടി തന്നെ വേണം. നീ കഥ ചൊല്ല്. കഥ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ തറവാട് നാടുവാണി തമ്പ്രാക്കന്മാരുടേത്. അന്ന് ഈ തറവാടിന്റെ പേര് പടവലം എന്നല്ല, പടവീട് എന്ന്. പടവീട്, ഒരുപാട് വീരന്മാരുണ്ടായിരുന്ന പടവീട്. ചേട്ടാ ഈ കഥ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഈ കഥ ഞാൻ കേട്ടിട്ടില്ലല്ലോ എന്ന് അമ്മൂമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടും ഇല്ല. അത് നിനക്ക് ഈ വീട്ടിൽ നടന്നിട്ടുള്ള എല്ലാ കഥ അറിയോടി? അങ്ങനെയുള്ള എല്ലാ കഥ നിന്റെ അടുത്ത് പറയാനും പറ്റൂല, കാരണം നീ കൊച്ചാണ്. അതുകൊണ്ടാണ് അമ്മൂമ്മ എല്ലാം പറയുന്നത്. ചേട്ടാ ഞാൻ ഇപ്പോഴും കൊച്ചാണ്, അപ്പൊ ചേട്ടൻ ഇപ്പൊ പറയണ്ട. പാറു ഉനക്ക് കേക്ക വേണ്ട, നീ പോ പാറു, നീ കഥ ചൊല്ല്. പറയാം. അതായത് ഈ പിറയൂർ ദേശത്തെ നാടുവാഴി പരമ്പരയായിരുന്നു പടവെട്ടെട്ടുകെട്ട്. അതെവിടെ ചേട്ടാ? ഞാൻ പിറയൂർ നല്ലടി പറഞ്ഞേ. പിറയൂർ എന്ന് പറയണത് അന്നത്തെ ദേശനാമമാണ്. ഇപ്പൊ അതില്ല. പകരം പിറയൂര് മുറിച്ച് രണ്ടാക്കിയിട്ട് പിറവും പറയൂർ പായൂര്, പിറവും പായൂരും ആക്കി, രണ്ടും രണ്ടാക്കി കേട്ടാ. പണ്ട് അത് പിറയൂരായിരുന്നു. അതേപോലെ നമ്മുടെ ഈ പടവലം വീട് ഞാൻ പറഞ്ഞില്ലേ, പടവലം വീടിന്റെ പേരെന്താ പറഞ്ഞേ? പടവെട്ടെട്ടുകെട്ട്. പടവെട്ടെട്ടുകെട്ടെന്ന് ഞാൻ പറയുമ്പോ മനസ്സിൽ നിന്റെ വാള് പോണ സൗണ്ട് വരുന്നില്ലേ? അത് തന്നെ, അതേപോലത്തെ ഒരു പരമ്പരയാണത്. ലക്ഷ്മിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? പുരിയത്. ഇനി ഞാൻ പറയാൻ പോണത് വളരെ ശ്രദ്ധയോടെ. അങ്ങനെ പണ്ട് പല പരമ്പരകൾ ദേശമാണ് വന്നിരുന്ന ആ കാലഘട്ടത്തിൽ ഒരു നാടുവാഴി യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതും ചതിയാൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ഒരു ഘട്ടത്തിൽ ദേശഭരണം അദ്ദേഹത്തിന്റെ മാതാവ്, പള്ളിയിലെ മാതാവാ കേസു? പള്ളിയിലെ മാതാവ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ മാതാവ്, അദ്ദേഹത്തിന്റെ അമ്മ, നാടുവാഴിയുടെ അമ്മ, നാടുവാഴിയുടെ തായ, നാടുവാഴിയുടെ അമ്മ. ഓക്കെ, ആ നാടുവാഴിയുടെ അമ്മയ്ക്ക് ഈ ദേശഭരണം ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നു. അവർ വളരെ ക്രൂരയായിരുന്നു. ഭയങ്കര ക്രൂരായിരുന്നു കേട്ടോ. ക്രൂരല്ലടി, ക്രൂര, നീച. ആ അമ്മയുടെ, ഇങ്ങനെ ആ നാടുവാഴിയുടെ അമ്മയുടെ പേരായിരുന്നു